ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. നല്ലൊരു വോളറ്റൈൽ ഡേ ആയിരുന്നു. നിഫ്റ്റി ഒരുപാട് തവണ നമുക്ക് മേളിലേക്ക് പോകാനുള്ള മീൻസ് ഈവൻ 22,300 400 ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള ലെവൽസിലേക്ക് വന്നു. ബട്ട് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് സപ്ലൈ സോണിൽ നിന്നായിരുന്നു നിഫ്റ്റി ആ ഫാൾ ഉണ്ടായത്. നമുക്ക് ടെലഗ്രാം ചാനലിലുള്ളവർക്ക് അത് മനസ്സിലാവും. ക്ലിയർ ആയിട്ട് ആ സപ്ലൈ സോൺ വരച്ചു. അവിടെ ആയിരുന്നു എന്തായിരുന്നു നമുക്ക് നിഫ്റ്റി ആ ഒരു ഫേസ് റെസിസ്റ്റൻസ് ഉണ്ടായത്. ആൻഡ് അവിടെ നിന്ന് ഫോളോ ആയി. ബട്ട് ബാങ്ക് നിഫ്റ്റി എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് അവറിലൊക്കെ ഉള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു വോളറ്റൈൽ മൂവ് കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി ഫുള്ള് കാമായിരുന്നു. 48K സ്ട്രാഡിലിൻ്റെ അവിടെ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല ഒരു കൂൾ എക്സ്പയറി ആയിരുന്നു. ഈവൻ 48K മീൻസ് 48ൻ്റെ കോൾ ബട്ടർഫ്ലൈ നല്ല ഒരു പ്രോഫിറ്റിൽ എത്താനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കാമായിരുന്നു. ബട്ട് നിഫ്റ്റി നല്ല രീതിയിൽ ഒന്ന് മേളിലേക്ക് പോകാൻ ശ്രമിച്ചു. ബട്ട് അവിടെ നിന്ന് നമുക്ക് സപ്ലൈ സോണിൽ നിന്നായിരുന്നു ആ ഒരു ഫാൾ ഉണ്ടായത്. ഈവൻ നമ്മളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺസ്. ആൻഡ് അതോടൊപ്പം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് മിഡ് ക്യാപ് നിഫ്റ്റി നല്ലൊരു മൂവ് നമുക്ക് തന്നു. ആൻഡ് അപ്പോൾ എന്താ പറയുക, നമുക്കിനി വരും ദിവസങ്ങളിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആ ഒരു ഫാള് തന്നിട്ട് വീണ്ടും നമുക്ക് ആ ഡേ ഹൈ മീൻസ് ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ആൻഡ് നമുക്ക് ഒരു ആഫ്റ്റർനൂൺ ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ നിഫ്റ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ഒരു നല്ല ക്യാൻഡിലായിട്ട് വന്നില്ല. സോ നമുക്ക് എന്താ പറയുക, അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നല്ലേ. അത് അവിടെ നിന്നായിരുന്നു നിഫ്റ്റിയും എത്ര തവണ നിഫ്റ്റി അവിടെ നിന്ന് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ സപ്ലൈ സോണിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഫാൾ ഉണ്ടായത് തന്നെ. ആൻഡ് അത് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്ക് ഇന്ന് കഴിഞ്ഞില്ല. അപ്പോൾ സപ്ലൈ സോണിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഇന്നത്തെ അനാലിസിസ്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് 22,300 നല്ലൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്, 22,400 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആൻഡ് 22,500 എന്താ പറയുക നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അതോടൊപ്പം നല്ലൊരു പുട്ട് റൈറ്റിംഗ് ഉണ്ടെന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായെന്ന് നോക്കാം. നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. സ്റ്റിൽ സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് തുടർന്ന് പോകുന്നു. ആൻഡ് കോൾ റൈറ്റിംഗ് സ്ലൈറ്റ്ലി ഒരു പുട്ട് റൈറ്റിംഗ് 22,400 ആൻഡ് ഈവൻ 22,500 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലൊക്കെ കീപ്പ് അതുപോലെ തന്നെ നിഫ്റ്റി ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് 22,300 കുറച്ചും കൂടി ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. 22,000 നമുക്ക് കുറച്ചും കൂടി നല്ല പുട്ട് അഡീഷൻ ആഡായി വരുന്നു. ആൻഡ് 0.69 PCR സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. PCR ആണെങ്കിലും എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് കുറച്ചൊന്ന് ഹ്യൂജായി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 22,000 തന്നെയാണ് ഉള്ളത്. ബട്ട് എന്താ പറയുക, നമുക്ക് ഇന്നലെയൊക്കെ 22,200 അത്ര സപ്പോർട്ട് ഉണ്ടായില്ല എന്നാണ്. 22,200 നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് നമുക്ക് പുട്ട് റൈറ്റിംഗ് 22,200 ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് നിഫ്റ്റി എടുത്തു വരുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ് നിഫ്റ്റീനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ. അപ്പോൾ കറൻ്റ് ഇപ്പോൾ നമുക്ക് വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുത്താനില്ല. നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് തന്നെ 22,300 നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടൊക്കെ അതുപോലെ തന്നെയുണ്ട്. സ്ലൈറ്റ്ലി പുട്ട് റൈറ്റിംഗ് ഇപ്പോഴും 22,500 ഉള്ളതായിട്ട് കാണാം. ബട്ട് ഹ്യൂജായിട്ട് അവിടെ റെസിസ്റ്റൻസ് തന്നെയാണ് ഉള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. ആൻഡ് ഡിമാൻഡ് സോണിൽ നിന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി, നിയർ ടു ഡിമാൻഡ് സോണിൽ നിന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി ആ പുൾ ബാക്ക് ഉണ്ടായത്. ഈവൻ ഡിമാൻഡ് സോണൊന്നും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബ്രേക്ക് ചെയ്തില്ല. 48,000 ബിലോ, ഈവൻ 47,800 ബിലോ ബാങ്ക് നിഫ്റ്റി പോയുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. ഈവൻ കോൾ ബട്ടർഫ്ലൈ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബാങ്ക് നിഫ്റ്റിക്ക് നല്ല സൈൻസ് ഗുഡ് സൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്ക് നിഫ്റ്റിക്ക് 48 നല്ല സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 47,800 ഒരു സ്ട്രാഡിലായിട്ട് വരുന്നു. ബട്ട് നമുക്ക് 48,500 ഒരു കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് ഒക്കെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. 48,500 ലിസ്റ്റിൽ പുട്ട് റൈറ്റിംഗ് ഓൾറെഡി നമുക്ക് കാണാം. വൺസ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് എടുത്ത് നോക്കുമ്പോൾ, നെക്സ്റ്റ് വീക്ക് എടുത്ത് നോക്കുമ്പോൾ 48,500 സ്റ്റിൽ ആ പുട്ട് റൈറ്റിംഗ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീക്ക്നെസ് ഇൻ പുട്ട്
പുട്ടിൻ്റെ വീക്ക്നെസ് ഇപ്പോഴും കാണാം, പുട്ട് റൈറ്റിങ്ങിൻ്റെ വീക്ക്നെസ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് എന്താ പറയുക, നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഹ്യൂജ് കോൾ കവറിങ് ഉണ്ടായാൽ നമുക്ക് എന്താ പറയുക, ആ പുട്ട് ബിൽഡിങ് വരും ദിവസങ്ങളിൽ കൂടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ 48 ആ സ്ട്രാഡൽ ഫോർമേഷൻ തന്നെ നിൽക്കുന്നു. 48,500 നമുക്ക് കോൾ വിത്ത് പുട്ട് റൈറ്റിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. 48 ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ഒരു സ്ട്രാഡൽ ഫോർമേഷൻ 47,800 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു ലെവൽ എങ്ങനെ വരും എന്ന് നോക്കാം. എന്തായാലും ബാങ്ക് നിഫ്റ്റിക്ക് നാളെ എക്സ്പയറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയും ഇവിടെ നല്ലൊരു മൂവ് കിട്ടിയാൽ മേ ബി 48,500 കോൾ പുട്ട് റൈറ്റിംഗ് വന്നാൽ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു മൂവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ അനാലിസിസ് നമുക്ക് മേ ബി കുറച്ചും കൂടി നല്ലതായിട്ട് നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് നാളെ ആയിരിക്കും അത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമുക്കൊന്ന് FIDA ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. ബട്ട് ഓക്കെ, FISൻ്റെ ഒരു അപ്ഡേഷൻ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമുക്കത് സ്കിപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട് എന്നുള്ളത് ചേഞ്ചസ് പോസിറ്റീവ് ആണെങ്കിൽ മേ ബി നമുക്ക് എന്താ പറയുക, നമുക്ക് നാളെ ഒരു നല്ലൊരു സൈനായിരിക്കും. പ്ലസ് മീൻസ് മൂവ് അപ്പ് മീൻസ് നമുക്ക് റിവേഴ്സ് ആവാനുള്ള അല്ലെങ്കിൽ ബാക്ക് ടു ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രേഡിങ്, ഒരു പോസിറ്റീവ് ട്രേഡിങ്ങിലേക്ക്, അതായത് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ട്രേഡിങ്ങിലേക്ക് പോവാം എന്നുള്ള ചാൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നല്ലൊരു ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റി നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. നിഫ്റ്റി ഇവിടെ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. വൺസ് ഇത് ബ്രേക്ക് ചെയ്തു, ഇവിടെ നിന്നായിരുന്നു നല്ലൊരു റാലി ഉണ്ടായത്. വൺസ് ആ ഒരു സ്ഥലത്തേക്ക് ഈവൻ ഫ്രൈഡേ ലോയും ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പുൾ ബാക്കിന് വേണ്ടി അവിടെ ശ്രമിച്ചു, ബട്ട് ഫെയിലായി പിന്നെയും വന്നു. ബട്ട് ഈ ഒരു ലെവൽ നോക്കുക, ഈ ഒരു ലെവൽ നമുക്കൊരു നല്ലൊരു ബേബി ക്യാൻഡിൽ ഫോർമേഷൻസ് വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലും വന്നിട്ടുണ്ട്. ഈവൻ നമുക്ക് ആ ഒരു പുൾ ബാക്കിന് ശേഷം കൺഫർമേഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഇവിടെ നിന്ന് നാളെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് നമുക്കൊരു നല്ല റിവേഴ്സായി എന്ന്, നിഫ്റ്റിയിൽ റിവേഴ്സായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ബിക്കോസ് കാരണം നല്ലൊരു സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നൊരു റിവേഴ്സ് കാണിക്കുന്നത്, നിഫ്റ്റി റിവേഴ്സ് കാണിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു സ്പ്രെഡ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ കയറാൻ നോക്കുക. മാക്സിമം നമ്മൾ ഇന്നലെ നാളത്തേക്ക് വേണ്ടി ഒരു സ്പ്രെഡ് പൊസിഷൻ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ബട്ട് അത് പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് ഇത്തിരി കുറവാണ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു റിസ്ക് ട്രേഡേഴ്സിന് മാത്രം അത് ഫോളോ ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് നല്ലൊരു റാലി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയാണ്. ലോസ് വന്നാലും ഈവൻ ഒരു 700 ബിലോ ആണ് നമുക്ക് ആ ലോസ് വരിക. അപ്പോൾ നല്ലൊരു ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് എൻഡോ നമുക്ക് നല്ലൊരു സ്പ്രെഡ് പൊസിഷനിൽ കയറാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നല്ല പൊസിഷൻ കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ടെലിഗ്രാം ചാനലിൽ അത് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സൈനാണ്. വിത്ത് ക്യാൻഡിൽ ഫോർമേഷൻസിൽ നല്ലൊരു സൈനാണ്. നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു റിവേഴ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നാളെ നമുക്കറിയാൻ പറ്റും. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു ഹൈ എടുത്തു. ഇപ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. 2 ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. വൺസ് ഇവിടെ നിന്ന് നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞ് നമുക്കൊരു നല്ല ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടിയാൽ, ഒരു എന്താ പറയുക, നമുക്കൊരു പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടിയാൽ, ഈവൻ ഒരു ഹാമർ ക്യാൻഡിൽ കിട്ടിയാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റും ബാങ്ക് നിഫ്റ്റിയും ഒരു റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്കും റിവേഴ്സിങ് പോയിന്റിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഈവൻ നമുക്കിനി ഇവിടെ നിന്നൊരു ലോ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അതൊരു റിവേഴ്സിങ്ങിനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് മാക്സിമം ആ ഒരു ലെവൽ ഓഫ് സെല്ലിങ്ങിൻ്റെ ഒരു എൻഡാണെന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. ബട്ട് നമുക്കൊരു റിവേഴ്സിനുള്ളൊരു ഫുൾ കൺഫർമേഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു യെസ് പറയാനും പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തായാലും നാളത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവിടെ നിന്ന്
നാളെ നമുക്ക് നോക്കാം. നാളെ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് മേളിലേക്ക് കൺഫർമേഷൻ കിട്ടിയാൽ നെക്സ്റ്റ് വീക്കിലേക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുമോ ട്രൈ ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അറിയിക്കാം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി ട്രൈ ചെയ്താൽ ഈവൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ താഴത്ത് നിന്ന് ആ ഒരു കുറച്ചൊന്ന് ഫോൾ വന്നാൽ നമുക്ക് ആ ഒരു ലെവൽ നമ്മുടെ ആ പൊസിഷൻസിൽ നമുക്കൊന്നും പറ്റൂല. ഈവൻ നമുക്കിനി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ റാലി കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ആ പൊസിഷൻസിൽ പ്രോഫിറ്റ് ആവാനും കഴിയും. അപ്പോൾ അങ്ങനത്തെ നല്ല ട്രേഡിംഗ് സെറ്റപ്പും ഉണ്ടാക്കി നിങ്ങൾ ഓരോരുത്തരും നോക്കുക. ഓരോരുത്തരുടെ റിസ്ക് ക്യാപിറ്റൽ അനുസരിച്ച് മാത്രം ആ ട്രേഡ്സിൽ കയറാനും ശ്രമിക്കുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.